السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد. ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളെ, മൈമൻ റമദാൻ ഖുർആൻ സ്പെഷ്യൽ ക്ലാസ്സിലായിട്ട് കിരുന്നങ്ങ ഒരുമിച്ച് കൂടിരെ അസ്ഹാബുൽ കഹ്ഫുടെ ചരിത്രരെ ഇങ്ങനെ വിശദീകരിച്ചിട്ടായിട്ട് കിരുന്നങ്ങ വന്നോണ്ടിന്നെ. وإذ اعتزلتموهم وما يعبدون إلا الله فأووا إلى الكهف ينشر لكم ربكم من رحمته ويهيئ لكم من أمركم مرفقا. അസ്ഹാബുൽ കഹ്ഫുടെ ആൽമാർ അങ്ങനെ ಬಗ್ಗೆ അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾട്ട ചൊന്നു കൊടുത്ത നഹ്നു നഖുസ്സു അലൈക നബഅഹും ബിൽ ഹഖ്. ഓ നബിയെ, അങ്ങനെ ഈ കഹ്ഫുടെ ഗുഹയുടെ ആൽമാരെ ചരിത്രയുടെ നങ്ങ കൃത്യമായിട്ട് നേരായ രൂപത്തിൽ നങ്ങ അതിൽ വിശദീകരിച്ച് തണ്ടാണ്ട്. അപ്പൊ അങ്ങനെ ഈമാന്റെ ബഗ്ഗെയും അങ്ങനെ റായത്തെ ആൽമാരെ ಬಗ್ಗೆ ചൊന്ന വിശദീകരിക്കുന്ന കഴിഞ്ഞ ക്ലാസ്സിൽ ചൊന്നെ. എന്നിട്ട് ആ കഹ്ഫുടെ ആൽമാർ ഗുഹയുടെ ആൽമാർ പരസ്പര ചൊന്നുണ്ടാറ് വൈദി ഇഅ്തസൽതുമൂഹും വമാ യഅ്ബുദൂന ഇല്ലല്ലാഹ. ഞങ്ങളെ ആൽമാർ ഏതായാലും അള്ളാഹുടെ വിട്ടിട്ടു, അള്ളാഹു അല്ലാത്ത ഇലാഹുങ്ങളെ പൂജാക്കു നിன்றாറില്ല. അതുകൊണ്ടിട്ടു ആ ആൽമാർ നിങ്ങ ബുട്ടേണ്ടായെങ്കിൽ അങ്ങനെ ത്യാഗാക്കി പോയിട്ടായി അങ്ങനെ ബുട്ടു പോണ്ടായെങ്കിൽ, അതുപോലെ ഒമാ യഅ്ബുദൂന ഇല്ലല്ലാഹ, അള്ളാഹു അല്ലാണ്ട് അങ്ങ് ഇബാദത്താക്കിക്കൊണ്ടുള്ള ആ വിഗ്രഹങ്ങളെയും മൂർത്തികളെയും ദേവരുടെയും എല്ലാം വിട്ടിട്ടു നിങ്ങൾ പോയിട്ടായെങ്കിൽ, നിങ്ങൾ പോണ്ടായെങ്കിൽ ഫഉവു ഇലൽ കഹ്ഫി, നിങ്ങൾ ഒരു ഗുഹയില് ആശ്രയ അഭയം തേടൂ. ഒരു ഗുഹക്ക് പോയിട്ട് നിങ്ങൾ അവിടെ ആശ്രയത്തിലായിട്ട് നിങ്ങൾ ജീവിക്കൂ. അൽ കഹ്ഫ് ചൊന്ന സാധാരണ ചെറിയൊരു ഗുഹയല്ല, ഗുഡലിക്കിടങ്ങനത്തെ വലിയ ഒരു വിശാലമായിട്ടുള്ള ഗുഹകായിട്ട് കഹ്ഫുൻ ചൊല്ലെ. അപ്പൊ അങ്ങനത്തെ ഗുഹയിൽ പോയിട്ട് നിങ്ങൾ അഭയം തേടൊരു, നിങ്ങൾ ആശ്രയിക്കൊരു, അവിടെ ഗുഹയുടെ ആശ്രയത്തിലായിട്ട് ജീവിക്കൊരു. യൻഷുർ ലക്കും റബ്ബുക്കും മിർ റഹ്മതിഹി, അങ്ങനെ നിങ്ങൾ പോയിട്ടായി ഗുഹക്ക് പോയിട്ടായി അല്ലാഹു തആല നിങ്ങൾക്കു അവന്റെ വിശേഷമായ റഹ്മത്ത് നിങ്ങൾക്കു അല്ലാഹു തആല തണ്ട, വിശാലമാക്കി തണ്ട. അല്ലാഹുടെ റഹ്മത്ത് അവನು തണ്ട. അല്ലാഹുടെ റഹ്മത്ത് തണ്ട ചൊന്നെങ്കിൽ അല്ലാഹു തആല നിങ്ങ ഭർത്തായങ്ങനത്തെ ദീന്, നിങ്ങളെ സ്വന്തം ദീന് സംരക്ഷിക്കുവാനായിട്ട് നിങ്ങൾ ഭർത്തായിടാറല്ലേ. അപ്പൊ അതുക്ക് ബേനായ അങ്ങനത്തെ എന്തെല്ലാം കാര്യങ്ങൾ ആവശ്യമുണ്ട് അതെല്ലാം അല്ലാഹു തആല തണ്ട നിങ്ങൾക്ക്. അങ്ങനെ പരസ്പരം ഒരു ധൈര്യം കിട്ടുവാനായിട്ട് ചൊന്ന പലക്കാണ് ഇതെല്ലാം, ഒരു മോട്ടിവേഷന്റെ പലക്ക. വയുഹയ്യിഅ ലക്കും മിൻ അംരിക്കും മിർഫഖ, അതുപോലെ നിങ്ങളെ എല്ലാ കാര്യത്തിലും നിങ്ങളെ മനസ്സിലുള്ള അങ്ങനത്തെ എങ്ങനെയാണ് ഇപ്പൊ നിങ്ങൾ ഓടിപ്പോയെങ്കിൽ എവിടെയാണ് നിങ്ങൾ ആശ്രയ തേടേ, അല്ലെങ്കിൽ ഏത് രായത്തുകാണ് നിങ്ങൾ പോണ്ടേ എന്ന രൂപത്തിലുള്ള പല ടെൻഷനും കഴിക്കും. പക്ഷെ അതൊന്നും ടെൻഷൻ ആകത്തില്ല. അല്ലാഹു തആല നിങ്ങൾക്ക് വേണ്ട എല്ലാ വ്യവസ്ഥയും അല്ലാഹു തആല റെഡിയാക്കി തണ്ട. ും നിങ്ങൾക്ക് അല്ലാഹു തആല റെഡിയാക്കി തരുവ. മിൻ അംരിക്കും, നിങ്ങൾ എല്ലാ കാര്യത്തിലും മിർഫഖ, നല്ല വ്യവസ്ഥയുടെ നല്ല സൗകര്യത്തെ അല്ലാഹു തആല ആക്കി തരുവ. അല്ലെ, ഈ പോണ്ട ആൾമാർക്ക് അങ്ങനെ ഇനി ജീവിക്കുകയില്ല അങ്ങനത്തെ ഭക്ഷണത്തെ വ്യവസ്ഥ, അതുപോലെ അങ്ങക്ക് വേണായ വേറെ പല നമുത്തിലുള്ള അങ്ങനത്തെ കാര്യങ്ങൾ ഇതെല്ലാം എന്നിട്ടെന്തും അല്ല പോയി, അതെല്ലാം അള്ളാഹുൽ തവക്കുലാക്കിയിട്ട് ആയത്ര വ്യവസ്ഥകളിലാക്കിയിട്ടാണ് അങ്ങ് പോയില്ലേ. അപ്പൊ ആ ഒരു രൂപത്തിലുള്ള മോട്ടിവേഷൻ ഒരു പലക്കാണ് ഈ പലക്ക ചൊന്നത്. അപ്പൊ അങ്ങ് പരസ്പര അങ്ങൊരു ആ ടീമിലുള്ള ആൾമാർ എന്താവത്തീരാ, ഒരാൾ പെറുജാരി ഉണ്ടെങ്കിൽ ബാക്കിയുള്ള ആൾമാർക്കെല്ല ഹിമ്മത്ത് റെഡി ആവും. അപ്പൊ പരസ്പരം എല്ലാവർക്കും ഒരു ഹിമ്മത്ത് കിട്ടുകയായിട്ട് പരസ്പര എല്ലാവർക്കും ഒരു മനസ്സുക്ക് ഒരു ദൃഢത്ത് കിട്ടുകയായിട്ട് ചൊന്ന പലക്കാണ്. നിങ്ങൾ പേടിക്കണ്ട, അള്ളാഹുടെ പ്രത്യേകമായിട്ടുള്ള റഹ്മത്ത് നിങ്ങൾക്ക് ഇട്ട് അള്ളാഹു തആല നിങ്ങൾക്ക് വ്യവസ്ഥയാക്കി തണ്ട എന്ന്. അപ്പൊ ഇതിലൂടെ ഈ ആയത്തിലൂടെയും നമുക്ക് മനസ്സിലാവിടെ ഫിത്ന എന്ന് പറഞ്ഞ കാലത്തില് ഈമാൻ സംരക്ഷണാക്കുവാനായിട്ട്
ഒരു കൂട്ടമായിട്ട് ഞങ്ങൾ ഇക്കുമ്പോൾ പരസ്പരം ഞങ്ങളെ മോട്ടിവേഷനിൽ ഈ രൂപത്തിലാവണം. അള്ളാഹുടെ റഹ്മത്ര ಬಗ್ಗೆ അള്ളാഹു താല എന്തെങ്കിലും ഒന്ന് ആക്കി തരുക എന്നതിന്റെ ಬಗ್ಗೆ നിരന്തരമായിട്ട് ഞങ്ങളെ കൂട്ടത്തിലുള്ള ആൾമാർക്ക് ഞങ്ങൾ മോട്ടിവേഷൻ ആക്കി കൊടുക്കണം. അല്ലാണ്ട് അങ്ങനെ ഇതിൽ നിന്ന് പെറജാർ ബാട്രമ അല്ലെങ്കിൽ അങ്ങു ಬೇರೆ ರೂಪത്തിലുള്ള മോട്ടിവേഷൻ കൊടുക്കണല്ല. അള്ളാഹു ഈമാനുകുല്ലങ്ങനത്തെ മോട്ടിവേഷൻ അള്ളാഹു താല എന്തെങ്കിലും ആക്കി തരുക എന്ന രൂപത്തിലുള്ള മോട്ടിവേഷൻ. وترى الشمس إذا طلعت تزاور عن كهفهم ذات اليمين وإذا غربت تقرضهم ذات الشمال. നെക്സ്റ്റ് അള്ളാഹു താല ചൊല്ലേ ഈ ഗുഹയുടെ ആൽമാർ അങ്ങനെ പിന്നെ അങ്ങ യാത്രയാക്കിയാറ് റായത്തെ വിട്ടിട്ട് യാത്രയാക്കിയാറ് ഗുഡ്ഡലെത്തിയാറ് ഗുഡ്ഡൽ പോയിട്ട് ഗുഹക്ക് സേരിയാറ് ആ ഗുഹക്ക് സേരിയാൽ പിന്നെ അവിടെ ഒരു സീനായിട്ടിക്കർ അള്ളാഹു താല വിശദീകരിക്കണേ എങ്ങനെ അവിടെ ആ ഗുഹയുടെ പിന്നെ ആൽമാർ അങ്ങു സൂര്യ ഒരു പിന്നെ സൂര്യയുടെ ഒരു ഉപദ്രവം ഇല്ലാണ്ടിക്കുവാനായിട്ട് അള്ളാഹു താല ഒരു പ്രത്യേകമായ രൂപത്തിൽ ആ ഗുഹയുടെ വ്യവസ്ഥയാക്കി വെച്ചിട്ടാണ് അള്ളാഹു താല ചൊന്നിട്ടില്ല. വതറ ശംസ, ഓ നബിയെ സൂര്യനെ നിങ്ങൾക്ക് കാണുക അവിടെ എങ്ങനെ ഇദാ ത്വലഅത് തസാവറു അൻ കഹ്ഫിഹിം ദാത്തൽ യമീൻ. ആ സൂര്യ ഉദിക്കുമ്പോ അത് അങ്ങനെ ഗുഹയുടെ വലത്തെ ഭാഗത്തിൽ നിന്നിട്ട് അതിങ്ങനെ നീങ്ങി പോയിട്ടിന്ത് സഞ്ചരിച്ചു പോയിട്ടിന്ത്. അതായത് ഗുഹയുടെ ഉൾഗ സൂര്യത്തെ രശ്മിക സൂര്യത്തെ പ്രകാശ തട്ടാത്ത രൂപത്തിൽ അതിന്റെ ബലത്ത ഭാഗത്തിലായിട്ട് ഇങ്ങനെ സൂര്യ ഉദിക്കും അതിന്റെ ബലത്ത ഭാഗത്തിലായിട്ട് അത് പോയിട്ടുണ്ട്. വൈദാ ഖറബത് തഖ്രിദുഹും ദാത്ത ശിമാൽ. ഇനി അത് അസ്തമിക്കുമ്പോഴാ അത് അങ്ങനെ തപ്പാട്ടിട്ട് അങ്ങു പ്രകാശപൂലാത്ത രൂപത്തിൽ ആ സൂര്യ തപ്പാട്ടിട്ട് അങ്ങനെ എടുത്ത ഭാഗത്തിലായിട്ട് അത് പോയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടിട്ടു അങ്ങൊരു എടങ്ങേറും സൂര്യയുടെ കൊണ്ടിട്ടുള്ള എടങ്ങേറ് അങ്ങുണ്ടായിട്ടില്ല. അങ്ങനെ വർക്ക് ഡിസ്റ്റർബ് ആയിട്ടില്ല എൻ്റെ അർത്ഥം അല്ലെ. ബെൽച്ചിട്ടുണ്ടെങ്കിൽ വർക്ക് ഡിസ്റ്റർബ് ആവുള്ളൂ. അപ്പൊ വർക്ക് ഡിസ്റ്റർബ് ആവാത്ത രൂപത്തില് അള്ളാഹു താല അങ്ങനെ വർക്കിടാക്കുന്ന വിശാലമായ വർക്കിടെ വഹും ഫീ ഫജുവത്തിൻ മിൻഹു. പിന്നെ അങ്ങു അള്ളാഹു താല വർങ്ങുകുള്ള പ്ലേസ് എത്ര ചന്തത്തിലാക്കിയിട്ടാണ് അള്ളാഹു നെക്സ്റ്റ് ഉണ്ട്. വഹും ഫീ ഫജുവത്തിൻ മിൻഹു. ആ ഗുഹയുടെ നടുലുള്ള അങ്ങനത്തെ വിശാലമായ പക്കത്തിൽ ഇന്നാറ് വിശാലമായ പക്കത്തിൽ നല്ല ഉറങ്ങേണ്ടിരുന്നത്. അപ്പൊ നല്ല കാത്തുങ്ങ ആ ഗുഹയ്ക്ക് എത്തുന്നായ നല്ല കാത്തും കാര്യവും എല്ലാം ആ ഗുഹയ്ക്ക് എത്തിക്കൊണ്ടിരുന്നത്. അപ്പൊ നല്ല ഒരു വ്യവസ്ഥയിലായിട്ടാണ് അള്ളാഹു താല അങ്ങനെ ആ 300 വർഷം വറക്കില്. അങ്ങനെയാണ് അള്ളാഹു താലക്ക് പേനായിട്ട് ഇല്ല ആൽമാർക്ക് പിന്നെ അള്ളാഹു എല്ലാ വ്യവസ്ഥയും ആക്കി കൊടുക്കുക. അതിന്റെ തുടക്കഘട്ടത്തിൽ നല്ല പ്രയാസം നിന്നിട്ടെങ്കും ഇന്ന മഅൽ ഉസ്രി യുസ്ര. ആ ഉസ്റൊട്ടിಗೆ ആ പ്രയാസത്തൊട്ടിಗೆ ഫസ്റ്റ് കാണങ്ങനത്തെ ആ ബുദ്ധിമുട്ടൊട്ടിಗೆ പിന്നെ നെക്സ്റ്റ് അള്ളാഹു താല നല്ല എളുപ്പമാണ് നല്ല ഒരു സൗകര്യമാണ് അള്ളാഹു താല ആക്കി കൊടുക്കുക. മിൻ ആയാത്തില്ലാഹി. ഈ ചൊന്ന കാര്യങ്ങളെല്ലാം ഈ സൂര്യയുടെ ചലനയും സൂര്യയുടെ ചലന സെറ്റപ്പ് ആക്കലും അതുപോലെ ഗുഹയില് ഇങ്ങു നല്ല ഉറങ്ങാടെ രൂപത്തിൽ അതിലെല്ലാം സെറ്റപ്പ് ആക്കിയതെല്ലാം അള്ളാഹു താലയുടെ ആയത്തുങ്ങളിൽ പെട്ടിരിക്കുന്നത് അള്ളാഹു താലയുടെ അടയാളം കയറ്റിക്കുന്നതെല്ലാം അള്ളാഹു താലാക്കി അങ്ങനത്തെ അത്ഭുതകരമായ കാര്യങ്ങളാണ്. ഇതെല്ലാം അള്ളാഹുടെ ആയത്ത് കയറ്റിക്കറിട്ടാണ്. ആയത്ത് ചൊന്നെങ്കിൽ അതിലെ ഭാഷ അർത്ഥ അടയാളം ടൈറ്റിക്കർ ഗുരുത്തുണ്ടായിട്ടിക്കർ. ഖുർആന്റെ ആയത്തിട്ട് ഖുർആന്റെ വാക്യം ആയത്തിന്റെ ചൊല്ല അള്ളാഹുടെ ഗുരുത്തുങ്ങ അള്ളാഹുടെ അടയാളങ്ങൾ ചൊന്നെങ്കിൽ അള്ളാഹുടെ ഞങ്ങൾ മനസ്സിലാക്കടെ ഈ കാര്യങ്ങളിലൂടെയാണ് അല്ലെ. ഒരു സംഗതിയുടെ അടയാളം ചൊല്ലുമ്പോൾ ഉദാഹരണക്ക് ഒരു പിന്നെ ഉൾഗത്ത പ്രദേശത്തിലൊരു പിന്നെ ഒരു സ്കൂളുണ്ട് അല്ലെങ്കിൽ ഒരു പള്ളിയുണ്ട്. ആ പള്ളിക്ക് പിന്നെ ആ പള്ളി അവിടെ ഉണ്ടു ചൊല്ലേക്കുള്ള ഒരു അടയാളമായിട്ട് മെയിൻ റോഡിന്റെ സൈഡിലായിട്ട് ഒരു ബോർഡ് ഇട്ടാർ മസീദിക്ക് ಹೋಗುವ ದಾರಿ വന്നിട്ട്. അപ്പൊ ആ പള്ളി അവിടെ ഉണ്ടു ചൊല്ലേക്കുള്ള ഒരു ഗുരുത്തായിട്ടിക്കർ അല്ലെ അടയാളമായിട്ടിക്കർ ഈ ബോർഡ് ചൊല്ലത്. അപ്പൊ ഈ ബോർഡ് കണ്ട ഓർത്തക്കും ഇവിടെ ഒരു പള്ളി ഉണ്ടോട്ട് മനസ്സിലായി എന്ന രൂപത്തില് അള്ളാഹുടെ അടയാളമായിട്ടിക്കർ കൂടെ ഈ ഭൂമി ലോകത്തിലെല്ലാം ഉള്ള പല കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും അതുപോലെ ഖുർആന്റെ വാക്യങ്ങളും അള്ളാഹുടെ അടയാളിച്ചു. നിങ്ങൾ അള്ളാഹു താലയുടെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് അനുഭവിക്കൂ സാധാരണ ആയിട്ടുള്ള ആൾമാർ നമുക്ക് അതുക്കുള്ള അവകാശം ഇല്ല. അപ്പൊ അള്ളാഹു താല അടയാളങ്ങളിലൂടെ അവിടെ കാട്ടി തന്നിട്ടില്ല ഖുർആന്റെ ആയത്തുകളിലൂടെ. അതുപോലെ ഈ പിന്നെ ചൊന്ന ഈ അത്ഭുതകരമായ ഇവിടെ അസ്ഹാബുൽ കഹ്ഫ് ഉണ്ടായ അങ്ങനത്തെ അത്ഭുതകരമായ സംഗതികളല്ല അള്ളാഹുടെ അടയാളങ്ങൾ. അതിന് അള്ളാഹു താല ഉള്ള അള്ളാഹു പിന്നെ ആണ് ഇതെല്ലാം നിയന്ത്രിക്കടേ ചൊല്ലേക്കുല്ലേ വളരെ
ചിന്തിക്കിട ആൾമാർക്ക് പ്രത്യക്ഷമായിട്ടുള്ള അങ്ങനത്തെ അടയാളങ്ങളാണ്. അപ്പൊ അതിലൂടെ ചിന്തിച്ചിട്ട് അള്ളാഹുടെ കുദറത്ത് മനസ്സിലാക്കണു, അള്ളാഹു താലയുടെ ഇൽമുടെ മനസ്സിലാക്കണു, അള്ളാഹുടെ ബലിമ അള്ളാഹുടെ മഹത്വത്തെ മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കി മൻ യഹ്ദില്ലാഹു ഫഹുവൽ മുഹ്തദ്, അള്ളാഹു താല ഹിദായത്താക്കിയാണ്. ഈ അടയാളങ്ങളിലൂടെ ആരെ അള്ളാഹു താല ഹിദായത്തിലാക്കിയാണ്, ആരെ അള്ളാഹു താല ഗൈഡാക്കിയാണ്, ഫഹുവൽ മുഹ്തദ്, അവണായിട്ടിക്കറ യഥാർത്ഥത്തില് പിന്നെ ഗൈഡൻസ് കിട്ടിയോണു, യഥാർത്ഥത്തിലുള്ള മാർഗദർശനം കിട്ടിയോണു, അവണായിട്ടിക്കറ അള്ളാഹുടെ ഹിദായത്ത് കിട്ടിയോണാണ് ശരിക്കുള്ള ഗൈഡൻസ് കിട്ടിയോണു. അതായത് അള്ളാഹു താലയുടെ ശിക്ഷണ എഡ്യൂക്കേഷൻ കിട്ടിയാലായിട്ടിക്കറാറ് ശരിക്കും എഡ്യൂക്കേറ്റഡ് ഉണ്ടാകുന്ന അള്ളാഹു താല ഫഹുവൽ മുഹ്തദ്, എഡ്യൂക്കേറ്റഡ് ആയവൺ അവനാണ്. ഞങ്ങൾ ഇണ്ടത്തെ ഭാഷയിൽ എഡ്യൂക്കേറ്റഡ് ചെന്നെങ്കിൽ ആറാറ അള്ളാഹുൽ വിശ്വാസം ഇല്ലാത്ത ആൽമാറ് പിന്നെ നമുക്ക് പടിപ്പാട്ടി തന്ന അങ്ങനത്തെ കുറെ ഇൻഫർമേഷൻസും കുറെ മാഹിത്യങ്ങളെ ഗൊന്തുള്ള ആൽമാറായിട്ടിക്കറ നല്ലതങ്ങ സുശിക്ഷിത ആൽമാർ അല്ലെങ്കിൽ എഡ്യൂക്കേറ്റഡ് ആൽമാരെന്ന് ചൊല്ലേ. അള്ളാഹു താല ചൊല്ലേ അല്ല, അള്ളാഹുടെ എഡ്യൂക്കേഷൻ ആറ് കിട്ടിയത്, അള്ളാഹുടെ മാർഗദർശന ഗൈഡൻസ് ആറ് കിട്ടിയത്, അവനാണ് എഡ്യൂക്കേറ്റഡ് അയാൾ. മൻ യഹ്ദില്ലാഹു ഫഹുവൽ മുഹ്തദ്. തഫ്സീറിൽ കാണ്ട് വഫീ ദാലിക ഇശാറത്തുൻ ഇലാ അന്ന അഹ്ലൽ കഹ്ഫി ജാഹദൂ ഫില്ലാഹി. അപ്പൊ ഇതിൽ അള്ളാഹു തല സൂചിപ്പിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹുടെ മാർഗത്തിലായിട്ട് ഈ കഹ്ഫുടെ ആൽമാർ ഗുഹയുടെ ആൽമാർ നല്ലോണം പ്രയത്നിച്ചാർ, അധ്വാനിച്ചാർ. അപ്പൊ അള്ളാഹു താല അങ്ങനൊട്ടിക്ക് കിർഫ കാട്ടിയ, അങ്ങനെ സഹായിച്ച, അങ്ങനെ ഗൈഡാക്കിയ അള്ളാഹു താല വലിയ മഹത്വത്തിന് അങ്ങനെ കുട്ടിയോണ്ട് പോയ അല്ലെ. അള്ളാഹു താല ഞങ്ങൾ ഒരു ഹെജ്ജ വയ്ക്കുമ്പോ അള്ളാഹു താല 2 ഹെജ്ജ വെച്ചിട്ടാൽ ഒരു 10 ഹെജ്ജ വെച്ചിട്ട് അള്ളാഹു താല ഞങ്ങൾ ഇപ്പറ വണ്ടാണ്. അത്രയും കിർഫുല്ലോണും അത്രയും റഹ്മത്തുള്ളവനായിട്ടിക്കർ അള്ളാഹു. മൻ യഹ്ദില്ലാഹു ഫഹുവൽ മുഹ്തദ്, അള്ളാഹുടെ ഹിദായത്ത് കിട്ടിയോണാണ് ശരിക്കും ഹിദായത്ത് കിട്ടിയാൽ. വേറൊരു ഹിദായത്തും ഇല്ല, അള്ളാഹുടെ ഹിദായത്ത് അല്ലാണ്ട് അള്ളാഹുടെ ഗൈഡൻസ് അല്ലാണ്ട് ഒരു ഗൈഡൻസും ഇല്ല. അതാണ് എപ്പോഴും ഞങ്ങൾ ഫാത്തിഹത്തിൽ കേൾക്കട്ടെ, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, റബ്ബേ നീന് ഞങ്ങളെ ഗൈഡാക്കി, നിന്റെ ഗൈഡൻസ് ഞങ്ങളെ കുട്ടിയോണ്ട് പോകും. ആറാറൽ പിന്നെ ഷെയ്ത്താന്റെ ഗൈഡൻസ് അല്ല. ലോകത്തിൽ 2 ഗൈഡൻസ് ആണല്ലോ, ഒന്ന് അള്ളാഹും റസൂലും അമ്പിയാക്കളിലൂടെ അള്ളാഹു താല തന്ന അങ്ങനത്തെ ഗൈഡൻസ്, പിന്നെ ഷെയ്ത്താന്റെ ഗൈഡൻസ് ആണ്. ഷെയ്ത്താനും അവന്റെ മാർഗത്തിക്ക് പോകുവാനായിട്ട് അവനും ഒരു ഗൈഡാക്കട, അവനും മാർഗദർശനാക്കട. ആ രൂപത്തില് മാർഗദർശനായിട്ട് അവന്റെ മാർഗദർശനത്തിക്ക് പെട്ടുപോയെങ്ക അത് പിന്നെ വലിയ പിന്നെ നാശത്തുകാണ് പോണ്ടേ. ഉമൻ യുദ്ലിൽ ഫലൻ തജിദ ലഹു വലിയ മുർഷിദ്. അങ്ങനെ ഷെയ്ത്താന്റെ ഗൈഡൻസിൽ പെട്ടിട്ട് മാർഗദർശനത്തിൽ പെട്ടിട്ട് അള്ളാഹു ഒരുത്തരെ തെരുത്തപ്പാട്ടിയണ്ടായെങ്കിൽ ഫലൻ തജിദ ലഹു വലിയൻ, അവനക്ക് പിന്നെ ഒരു സഹായിക്കുക ഒരാളും പിന്നെ കിട്ടില്ല. മുർഷിദ, അവന്റെ ഗൈഡാക്കുക ഒരാളും പിന്നെ കിട്ടില്ല. അവന്റെ നേരായ മാർഗത്തിക്ക് പിന്നെ ഗൈഡാക്കുക ഒരാളും കിട്ടില്ല. അള്ളാഹുടെ വിട്ടെങ്കിൽ അള്ളാഹുടെ കൈ വിട്ടെങ്കിൽ പിന്നെ ആരും കൈ പിടിക്കുകയില്ലാണ്ടാണ് അർത്ഥ. അസ്ഹാബുൽ കഹ്ഫിടങ്ങ് അള്ളാഹു താലയിലേക്ക് തിരിഞ്ഞാറ്. അപ്പൊ അള്ളാഹു താല അങ്ങനെ കൈപിടിച്ച അങ്ങ് നോക്കൂ എത്ര വർഷ കഴിഞ്ഞിട്ടിപ്പ. സാധാരണ 2000 മുട്ട വർഷ കഴിഞ്ഞിട്ട് പോലും വീണ്ടും ഞങ്ങൾ അങ്ങനെ ചരിത്രം നെനപ്പാക്കിക്കൊണ്ടില്ല, വീണ്ടും അങ്ങനെ ഞങ്ങൾ നെനപ്പാക്കിക്കൊണ്ടില്ല. എന്തെങ്കിലും വെറുതെ നെനപ്പാക്കടല്ല, അങ്ങനെ വലിയ പാടുണ്ട് എന്ന നിലക്കാണ്. وتحسبهم أيقاظا وهم رقود ونقلبهم ذات اليمين وذات الشمال وكلبهم باسط ذراعيه بالوصيد وتحسبهم أيقاظا. ഓ നബിയെ അങ്ങനെ മാത്രം നിങ്ങൾ നോക്കിയിട്ടായെങ്കിൽ, നിങ്ങൾ അങ്ങനെ കണ്ടെങ്കിൽ നിങ്ങൾ നല്ല എസർത്തിലുള്ള അങ്ങാട്ട് അങ്ങനെ വിചാരിക്കുവാറ്. കാരണം അങ്ങനെ കണ്ണുങ്ങളെല്ലാം ഓപ്പൺ ആയിട്ട് ഇരിക്കൂല. അപ്പൊ കണ്ണെല്ലാം ഓപ്പൺ ആയിട്ട് കാണുമ്പോ അങ്ങ് നല്ല എസർത്തിലുള്ള മനുഷ്യന്മാരാണിട്ട് വിചാരിക്കുക. പക്ഷെ വഹും റുഖൂദ്, അങ്ങ് നല്ല ഗാഠമായ വറക്കിലുള്ള ഗട്ടിയായിട്ടുള്ള വറക്കിലുള്ളാറങ്ങ്. വനുഖല്ലിബുഹും, അപ്പൊ ആ രൂപത്തിലാണ് അള്ളാഹു തആല അങ്ങനെ ആക്കിയത്. അങ്ങനെ കാണുമ്പോമേ പിന്നെ സാധാരണ ഉറങ്ങടെ ആൽമാർക്ക് ഉള്ള അങ്ങനത്തെ ലക്ഷണങ്ങൾ പോലും അള്ളാഹു തആല എന്താക്കിയിട്ടില്ല, അങ്ങനെ ആക്കി വെച്ചിട്ടില്ലാണ്. അങ്ങനെ കണ്ണു ഓപ്പൺ ആക്കി വെച്ചിട. കണ്ണു എന്ത് നോക്കൂ, ഒരു വറക്ക് അങ്ങനെ 300 വർഷത്തെ വറക്ക് ചൊല്ലത് വലിയ അത്ഭുതമാണ്. അതോടുകൂടെ കണ്ണു ഓപ്പൺ ആക്കിയിട്ടില്ല വറക്ക്. എത്രയും അള്ളാഹു തആല അങ്ങനെ എന്തെല്ലാം അത്ഭുതകരമായ സംഗതി ആക്കിയ ചൊല്ലത് ചിന്തിക്കണ ഒരു വിഷയമാണ്. ഒനുക്കല്ലിബുഹും ദാത്തൽ യമീനി വദാത്ത ഷിമാൽ, അങ്ങനെ നങ്ങ ഒനുക്കല്ലിബുഹും അങ്ങനെ നങ്ങ തിരിച്ചു മറിച്ചോണ്ടിട്ടോണ്ടിന്ന
ಒರ್ಕ ಬಲ್ತ ಮೋತುಗು ವದಾತ ಶಿಮಾಲಿ ಪಿನೊರ್ಕ ಎಡ್ತ ಮೋತುಗು അങ്ങനെ അപ്പറിപ്പറ തിരിച്ചോണ്ടിന്ന അല്ലെ സാധാരണ ഒരു വറങ്ങടാൽക്ക് അപ്പറിപ്പറ വറക്കിലെ അപ്പറിപ്പറ അവിടത് സ്വാഭാവികമാണ് എന്നതുപോലെ അള്ളാഹു താല ചൊല്ലെ നങ്ങ ഈ മനുഷ്യന്മാരെ ഇങ്ങ സാധാരണ ഒരു വർക്കല്ല ഇങ്ങനെ മരണം പോലത്തെ ഒരു വർക്കാണ്. അപ്പൊ ആ വർക്ക് എന്നിട്ട് പോലും അങ്ങനെ നങ്ങ അപ്പരിപ്പറ എന്താക്കി ഇന്ന അവർക്ക് വെളുത്ത മോത്തുകും പിന്നെ അവർക്ക് എടുത്ത മോത്തുകും അങ്ങനെ തിരിച്ചു മറിച്ചോണ്ടി ഇട്ടോണ്ടിന്ന ലിയനാല റൗഹൻ നസീമി ജമീഅ ലിയനാല റൗഹുൻ നസീമി ജമീഅ അബ്ദാനിഹിം വലാ യതഅസ്സറ മാ യലിൽ അർളു മിൻഹാ ബിതൂലിൽ മുക്സി. അത് എന്തിക്ക് ബേനായിട്ടുണ്ട് തഫ്സീറിൽ കൊടുക്കൂടെ അങ്ങനെ ആക്കി അള്ളാഹു താല എന്തിക്ക് ആക്കി വന്നെങ്കിൽ അങ്ങോഗു അങ്ങനെ തടിയുടെ എല്ലാ ഭാഗത്തും ഈ കാത്തിര നല്ല കാത്തിര ഒരു പിന്നെ അതിരെ ഒരു പരിണാമ അതിരെ ഒരു എഫക്റ്റ് എല്ലാ മൊത്തവും കിട്ടുകയായിട്ടും അതുപോലെ സുദീർഘകാലമായിട്ട് ഒരേ ജാഗത്തിൽ ഒരു തടി ഇന്നിട്ടെങ്കിൽ ആ തടി ചിലപ്പോ പിന്നെ ചീഞ്ഞു പോവുക അല്ലെങ്കിൽ മണ്ണ് തിണ്ടു പോവുക ചാൻസ് ഉണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചൊല്ലതായിട്ട് കാണ്ട് ഇങ്ങനെ അള്ളാഹു താല ആക്കിയത് അങ്ങനെ തടിരെ മണ്ണ് തിണ്ടു പോകാണ്ടിരിക്കുകയായിട്ടാണ്. അങ്ങനെ ഒരേ മൂത്തിൽ ഒരേ പൊസിഷനിൽ മാത്രം അങ്ങ് ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോ എന്താവന്ത് അങ്ങനെ തടിരെ മണ്ണുങ്ങ അല്ലെങ്കിൽ പുലുങ്ങ തിണ്ടുപോയിടാന്ത്. അപ്പൊ അങ്ങനെ ആവാണ്ടിരിക്കുകയായിട്ട് അള്ളാഹു താല പ്രത്യക്ഷത്തിലും നല്ലൊരു വ്യവസ്ഥയാക്കി വെച്ചിട്ടാണ്. അങ്ങനൊട്ടിക്ക് ഒരു നായി വന്നിട്ടല്ലേ ആ നായുടെ ബഗ്ഗെയാണ് ഇനി ചൊന്നിട്ടില്ല അള്ളാഹു താല. അങ്ങനെ നായി അതിരെ കൈയുടെ നീട്ടി വെച്ചിട്ട് അത് ഗുഹയുടെ ആ ജാലിൽ അല്ലെങ്കിൽ ഗുഹയുടെ ബായിന്റെ മുട്ടാത് അതും ഇന്ത് കൽബുഹും ബാസിത്തുൻ ദിറാഇഹി ആ നായി കൈയുടെ നീട്ടി വെച്ചിന്ത് ബിൽ വസീദ് ഗുഹയുടെ ബായിയുടെ മുട്ട അല്ലെങ്കിൽ ഗുഹയുടെ ജാലില്. ആ നായുടെ പേരുടെ ಬಗ್ಗೆ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചൊന്നെ ഖുതുമീർ ഇട്ടാണ് അതിന്റെ പേരിട്ടാണ് ഇബ്നു അബ്ബാസ് തങ്ങൾ ചൊല്ലെ നല്ല ബെൽത്തതായ ഒരു നായായിട്ട് ഇന്തൂല. അലി റളിയല്ലാഹു അൻഹു അഭിപ്രായ പ്രകാരം റയ്യാൻ ഇട്ടാണ് ആ നായുടെ പേര്. ഏതായാലും അതിന്റെ പേര് മുഖ്യമല്ല, ആ നായി കാട്ടിങ്ങനത്തെ ഒരു നിഷ്ഠയാണ് അള്ളാഹുടെ ആൽമാർഗുബേനായിട്ട് അത് ഒരു സഹായക്കുബേനായിട്ട് അങ്ങലൊട്ടിക കൂടിയപ്പ കാലാകാല ഓർക്കിട രൂപത്തിൽ അള്ളാഹു താല നായിഡാക്കി പോയ എല്ലാ ജമാനിൽ പണ്ട് ആൽമാർ അല്ലെ ഖുർആാനിൽ അതിലെ ഒരു ഉല്ലേഖ പണ്ടിട്ടുണ്ടെങ്കിൽ ചെറിയ വിഷയമാണ്. അള്ളാഹു താലയുടെ കലാമുൽ അതും അള്ളാഹു താല ഒരിക്കലും ചേഞ്ച് ആക്കാത്തങ്ങനത്തെ അവസാനത്തെ നബി എല്ലാവരുടെ നേതാവായ മുഹമ്മദ് നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങു കൊടുത്തത്തെ പരിശുദ്ധമായ അള്ളാഹുടെ കലാമുലാണ് അള്ളാഹു താല ആ നായിയുടെ വിഷയം ഇൻക്ലൂഡ് ആക്കുന്നുണ്ടെങ്കിൽ എത്ര വലിയ മഹത്വമാണ് ആ നായിക്ക്. ആ നായി കിട്ടിയ മഹത്വ കാരണം എന്തുവല്ല അത് അള്ളാഹുടെ ആൽമാർട്ടിക്ക് കൂടി തിണ്ടിച്ചുള്ളതാണ്. അപ്പൊ അള്ളാഹുടെ ആൽമാറും അള്ളാഹുറൊട്ടിക്ക് കൂടിയ ആൽമാറും അള്ളാഹുടെ ആൽമാറൊട്ടിക്ക് കൂടിയ ആൽമാർ മാത്രമാണ് അങ്ങനെ നെനപ്പ് മാത്രമാണ് ഇവിടെ ഭൂമി ലോകത്ത് ബാക്കി. അവിടെ ബാക്കി എല്ലാവരും അതാത് കാലത്ത് വലിയ ജഗബുകായിട്ടും വലിയ സംഗതിയായിട്ടും അങ്ങ് എന്തെങ്കിലും അങ്ങനെ നെനപ്പുങ്ങ സ്മരണങ്ങളെല്ലാം അറിഞ്ഞ് മാഞ്ഞു പോകണ്ടു. ലബിത്വലഅത അലൈഹിം ലവല്ലൈത മിൻഹും ഫിറാറ. ഓ നബിയെ അങ്ങനെ മാത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ലബിത്വലഅത അലൈഹിം അങ്ങനെ ഒരു ദർശനം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അങ്ങ് ഉറങ്ങേണ്ട ടൈമിലു അങ്ങനെ ഒരു നോക്കു നിങ്ങൾക്ക് ചാൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ലവല്ലൈത മിൻഹും ഫിറാറ അങ്ങനെ നിന്നിട്ട് നിങ്ങൾ ദൂരെ ഓടിപ്പോയിരാന്താറ്. നബി തങ്ങളൊട്ടിക്ക് അങ്ങനെ ചൊന്നതോ അല്ലെങ്കിൽ എല്ലാവരൊട്ടിക്ക് ഞങ്ങളൊട്ടിക്ക് അള്ളാഹു താല ചൊല്ലേ അങ്ങനെ മാത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ നിന്നിട്ട് ഓടിപ്പോയിരാന്താറ്. കാരണം അങ്ങനത്തെ ഹൈബത്തും ആ ഒരു ഗാംഭീര്യവും ഒരു ഭയാനക്കത്തെ എല്ലാം അവിടെ ഇന്തിട്ടാണ് അള്ളാഹു താല അങ്ങനെ ഒരു ഇത് ഉണ്ടാക്കുന്ന അങ്ങനെ കാണുമ്പോഴേ പേടി അവിടെ രൂപത്തിലാണ് ഇന്ന്. കാരണം ആരെങ്കിലും അവിടെ ബണ്ടാണ്ടെങ്കിൽ അങ്ങനെ വർക്കിടയിൽ ആരെങ്കിലും ബണ്ടിട്ടെങ്കിൽ അങ്ങ് പിന്നെ ഉപദ്രാവിടെ രൂപത്തിലൊന്നും ആക്കുക തീര എന്ന നിലക്ക് അള്ളാഹു താല അങ്ങനെ ആക്കി വെച്ചതായിട്ടിക്കും. വലമുലിത മിൻഹും റുഅബ അങ്ങനെ നിന്നിട്ട് വലിയൊരു പേടി നിങ്ങളിൽ നിറഞ്ഞു പോയിരാന്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ. അല്ലെങ്കിൽ അങ്ങനെ പിന്നെ അങ്ങനെ മുടിയും അങ്ങനെ ഉഗുറു ഇതെല്ലാം ഭയങ്കര നീണ്ടോണ്ടിട്ടാണ് 300 വർഷകാല അങ്ങ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര അങ്ങനെ മുടിയെല്ലാം നീണ്ടിട്ടിക്കൂ. അപ്പൊ അതെല്ലാം കാണുമ്പോൾ ഒരാൾക്ക് എന്തായാലും പേടി ഉണ്ടാവാൻ അങ്ങനെ നോക്കിണ്ടെങ്കിൽ അപ്പൊ ആ ഒരു അങ്ങനെ കോല ആ രൂപത്തിലായിട്ട് അള്ളാഹു താല ചൊല്ലെ
300 വർഷത്തെ അവറക്കിൽ അങ്ങനെ കോല വല്ലാത്തൊരു ഭയാനകമായ ഒരു കോലായി പോയിട്ടുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ടായത് കണ്ട് ഗസൗന മഅ മുആവിയത റളിയല്ലാഹു അൻഹു, മുആവിയ റളിയല്ലാഹു അൻഹു ഒട്ടിಗೆ ഞങ്ങ ഒരു റോമുടെ ഭാഗത്തേക്ക് ഞങ്ങൾ യുദ്ധത്തിക്ക് പോയിന്ന. ഈ സംഭവം നടന്നത് റോമുടെ ആ ഭാഗത്തിലാണ് ഞങ്ങൾ ചൊന്നുന്നല്ലേ. അതായത് റോം എംപയർ, റോം സാമ്രാജ്യത്തെ ആഡളിത്തത്തെ പ്രദേശത്തിലാണ് ഇത് നടക്കണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ വന്ന കാലത്തില് ഇന്നങ്ങനത്തെ രണ്ട് വലിയ സാമ്രാജ്യം ഇട്ടിക്കുന്ന ഒന്ന് റോം സാമ്രാജ്യവും പിന്നെ ഒന്ന് പേർഷ്യൻ സാമ്രാജ്യം. ഈ രണ്ട് സാമ്രാജ്യത്തെയും ഖുലഫാ റാഷിദീങ്ങളെ കാലത്തിൽ സമ്പൂർണമായിട്ട് അസ്ഹാബിങ്ങ അതിനെ പൊളിച്ചു വിട്ടാറ്. നബിത്തങ്ങളുടെ കാലത്തിൽ അതിനെ പൊളിക്കിടങ്ങനത്തെ ആ തുടക്ക പ്രയത്നങ്ങളെല്ലാം നടന്നത് അതിനെ പൂർത്തിയാക്കിയത് ഖുലഫാ റാഷിദീനാണ്. അപ്പൊ മുആവിയ റളിയല്ലാഹു അൻഹുയുടെ കാലത്തിൽ അങ്ങനെ ഒരു യുദ്ധം നടന്നപ്പോ ആ ഭാഗത്തില് ഇബ്നു അബ്ബാസ് തങ്ങൾ ചൊല്ലുന്നു, ഞങ്ങ ഈ കഹ്ഫുടെ ഗുഹയുടെ മുട്ട ഞങ്ങ ഒരുക്ക സഞ്ചരിച്ചുകൊണ്ട് പോയ. അതായത് അസ്ഹാബുൽ കഹ്ഫുടെ സംഭവം നടന്ന ആ ഗുഹയുടെ മുട്ട ഞങ്ങ സഞ്ചരിച്ചുകൊണ്ട് പോയ. അപ്പൊ മുആവിയ റളിയല്ലാഹു അൻഹു ചൊന്തു അങ്ങനെ അവിടമേ അടക്കിരല്ലേ ആ ഗുഹയുടെ ഉൽഗമേ. അപ്പൊ ഇങ്ങനെ ഒരു കാണുകില്ല ഞങ്ങൾക്കൊരു ഇത് പിന്നെ വ്യവസ്ഥ അവിടെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്കൊന്ന് കണ്ടറന്തല്ലേ ಎಂಟೊരു അഭിപ്രായം ചൊന്തു. അപ്പൊ ഇബ്നു അബ്ബാസ് തങ്ങൾ ചൊന്തു അത് നിങ്ങളെ കാണ മേലായങ്ങനത്തെ അള്ളാഹു താല അതിരെ തടഞ്ഞിരല്ലേ, അള്ളാഹു താല ആവുല്ലാൻ ചൊന്നരല്ലേ. ലവി ത്വലഅത അലൈഹിം ലവല്ലൈത മിൻഹും ഫിറാറ ചൊല്ലി ഈ ആയത്ത് ഓതിത്ത് നിങ്ങൾ മാത്രം അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇന്ന് ഓടി പോവാറുണ്ട്. അങ്ങനെ മുആവിയ റളിയല്ലാഹു അൻഹു എന്നാലും അതൊരു കുതൂഹലത്തില് കുറെ ആൾമാരെ കടത്തിയിട്ട് നിങ്ങൾ പോയിട്ടൊന്ന് നോക്കോറു ചൊന്നിട്ട് ആ കഹ്ഫയുടെ മുട്ട പോയിട്ടൊന്ന് നോക്കോറു. അങ്ങനെ ആ ഗുഹയുടെ മുട്ട അങ്ങ് പോയപ്പോ അവിടെ പ്രവേശിച്ചപ്പ അള്ളാഹു താല ഒരു വലിയ കാത്തറെ കടത്തിയിട്ട് അങ്ങനെ അവിടെ പുറത്താക്കിയായിട്ടാണ്. അപ്പൊ ആ രൂപത്തിൽ അങ്ങനെ കാണുകാവാത്ത രൂപത്തിലാണ് അള്ളാഹു താല ആക്കിയത്. അതിലെല്ലാം അള്ളാഹുടെ വലിയ ഹിക്മത്ത് കഴിക്കൂ. وكذلك بعثناهم ليتساءلوا بينهم قال قائل منهم كم لبثتم قالوا لبثنا يوما أو بعض يوم. അങ്ങനെ ആ ഗുഹയിലുള്ള ആൾമാർ സുദീർഘമായ വർഷം ഇങ്ങനെ വറക്കലായാറ്. അങ്ങനെ വറക്കല്ല കഴിഞ്ഞാൽ പിന്നെ അള്ളാഹു താല ചൊല്ലെ വക്കദാലിക്ക അങ്ങനെ അള്ളാഹു താല ഈ രൂപത്തിലല്ല ആക്കിയാൽ പിന്നെ ഇതേ ആക്കിയതുപോലെ ബഅസ്നാഹും അങ്ങനെ ഞങ്ങൾ എണിപ്പാട്ടിയ അള്ളാഹു താല ബഅസ്നാഹും അങ്ങനെ രണ്ടാമത് പുനർജന്മ കൊടുത്താണ്ടാണ് അള്ളാഹു താല ചൊല്ലി. യഥാർത്ഥത്തിൽ അങ്ങനെ അള്ളാഹു മരിപ്പാട്ടിയിട്ടില്ല, അങ്ങനെ വറക്കുപാട്ടിയാണ്. പക്ഷെ പുനർജന്മ കൊടുത്താണ്ടാണ് ചൊല്ലെ. അത്രയും സുദീർഘ വർഷം കഴിഞ്ഞിട്ടല്ലേ എണിക്കര്. അപ്പൊ ഒരു പുനർജന്മത്തെ പോലെ രണ്ടാമതൊരു ജന്മം കിട്ടിയതുപോലെ അങ്ങനെ അള്ളാഹു താല എണിപ്പാട്ടിയാണ്. ലിയതസാഅലു ബൈനഹും അങ്ങനെ എൻചൽ പിന്നെ എന്താ അങ്ങ് പരസ്പര ചർച്ചയാക്കുക തുടങ്ങിയാർ. അങ്ങനെ പരസ്പര ചർച്ച എന്തൊരു ചർച്ച, എത്ര പറഞ്ഞിട്ടുണ്ട് അല്ലെ. എൻച്ച് നോക്കുമ്പോ പിന്നെ പല നിലക്കുള്ള അത്ഭുതലങ്ങാവും അവിടെ എന്തുകൊണ്ടിട്ടു. അത് അള്ളാഹു താല ചൊല്ല ഖാല ഖായിലും മിൻഹും കം ലബിസ്തും. അതിലൊരാൾ കേട്ടിട്ട് കം ലബിസ്തും നിങ്ങൾ എത്ര ഇവിടെ താമസിച്ചാർ, എത്ര ഉറങ്ങിയാറുണ്ട് കേട്ടിട്ട്. അതായത് പിന്നെ ഒരു നാൾ ഉറങ്ങിനമാ ഒരു പോൽ മാത്രം ഉറങ്ങിനമാ എത്ര ഇപ്പൊ ഉറങ്ങിയാണ്ട് അങ്ങ് ഒരു പിടുത്തം കിട്ടില്ല. കാരണം ഒന്നാമത് അങ്ങ് പ്രവേശിച്ചത് ആ ഗുഹയ്ക്ക് പ്രവേശിച്ചത് സൂര്യ ഉദിക്കുമ്പോഴത്തേക്കാണ് അങ്ങ് ഗുഹയ്ക്ക് പ്രവേശിച്ചത്. എണിക്കുമ്പോ സൂര്യ അസ്തമാനം മുട്ടായിട്ടുള്ള അങ്ങനത്തെ ടൈം ആയിട്ടുണ്ട്. അപ്പൊ ചില ആൾമാർ ചൊന്നാർ കാലു ലബിസ്ന യൗമൻ ഞങ്ങൾ ഒരു നാളൂടെ താമസിച്ചിരാണ്ട് കാണ്ട് ഔ ബാളയും ഒരു പോലും ഞങ്ങോട്ട് താമസിച്ചിരാണ്ട് കാണുന്നു ചൊന്ന ചില ആൾമാർ. ഔ ബാളയും അല്ലെങ്കിൽ പോല് ഫുള്ളായിട്ടല്ല പോലെ കൊറേ നേരം ഞങ്ങൾ ഇവിടെ ഉറങ്ങിരാണ്ട് കാണുന്നു ചൊന്നാർ. അത് ചൊല്ലോകുള്ള കാരണം ഇതാണ് അങ്ങ് സൂര്യ ഉദിക്കുമ്പോഴേക്ക് അങ്ങ് പ്രവേശിച്ചത് അസ്തമിക്കുമ്പോ അങ്ങ് എണിച്ചിരാറ്. അപ്പൊ അസ്തമാനം ഇനിയും ആയിട്ടില്ല എന്ന നിലക്ക് ചില ആൾമാർ ചൊന്നാർ പിന്നെ ഒരു പാതി നാളായിട്ടിക്കൊണ്ട് അങ്ങ് ഉറങ്ങിയിട്ടുണ്ട്. പക്ഷേ അങ്ങനെ അനുഭവം അങ്ങനെ ആയിട്ടിന്നെങ്കും അങ്ങനെ അനുഭവം ഉറക്കിടെ അനുഭവം അത്ര ഇന്നേണ്ട അർത്ഥ ഒരു സുദീർഘമായി ഉറങ്ങിയ ഒരു അനുഭവം അങ്ങനെ നിന്നിട്ടില്ല. പക്ഷെ അങ്ങനെ കോല നോക്കുമ്പോ അങ്ങോട്ട് ഒരു സംശയത്ത് അങ്ങനെ വലിയ വലിയായിട്ടുള്ള മുടിയും നഖവും വന്ന ആ കോലല്ല. അപ്പൊ അങ്ങനെ പരസ്പരം ചൊന്നുണ്ടാറ് ഖാലു റബ്ബുക്കും അഅലമു ബിമാ ലബിസ്തും. നിങ്ങളെ റബ്ബുകെ ഗൊന്തുന് നിങ്ങൾ എത്ര ഇവിടെ ഉറങ്ങിരാറ്, എത്ര താമസിച്ചിരാറുണ്ട്. നിങ്ങളെ റബ്ബുകെ ഗൊന്തുന് അതൊരു കണക്കൊന്നും കൃത്യമായിട്ട് നമുക്ക് ഗൊന്തില്ല. എന്താണ് പിന്നെ അതൊരു ടൈമുടെ പിന്നെ എത്ര ടൈമാണ്
എന്ന് കണക്കാക്കൂ, എന്ന് കൃത്യമാക്കൂ. അള്ളാഹുഗാണ് ഗുന്തുല്ലേ. അപ്പൊ ഞങ്ങൾ വെറുതെ ചർച്ച ആക്കിയിട്ട് കാര്യമില്ല. കാരണം ഈ ടൈമു ചൊല്ലത്, സമയം ചൊല്ലത് അതൊരു പ്രധാനപ്പെട്ട വിഷയമായിട്ടിക്കറ്. നിങ്ങൾ നോക്കൂ, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പാട്ടിയ ഹദീസിൽ കണ്ട് ഉംറുദ്ദുനിയ 7000 സന മിൻ അയ്യാമിൽ ആഖിറ ഔ കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതായത് ദുനിയാവുടെ വയസ്സ് ചൊല്ലത്, ദുനിയാവുടെ ഒരു ആയുസ് ചൊല്ലത് അത് 7000 വർഷമായിട്ടിക്കറ്. ഏത് 7000? സബഅത്തു അയ്യാം, 7 നാളായിട്ടിക്കറ്. മിൻ അയ്യാമിൽ ആഖിറ, ആഖിറത്തെ നാളുകളിൽ തട്ടിച്ചു നോക്കുമ്പോൾ 7 നാളത്തെ ആയുസ്സായിട്ടിക്കറ് ദുനിയാവുകുല്ലേട്ട് നബി തങ്ങൾ ഒരു ഹദീസിൽ പഠിപ്പാട്ട്. 7 നാളുടെ ആയുസ്സാണ് ദുനിയാവുല. അത് ഒരു വാർത്തെ, ഒരു ആയുസ്, ഒരു വാർത്ത പ്ലാനിലായിട്ടാണ് അള്ളാഹു താല ഈ ദുനിയാവിടെ ഞങ്ങൾ ഈ ജീവിക്കുന്ന ലോകത്ത് അള്ളാഹു താല ഉണ്ടാക്കിരേണ്ട്. അത് ഏത് നാല്? 7 നാല്. ആഖിറത്തെ 7 നാളായിട്ടിക്കറ്. ആഖിറത്തെ ഒരു നാൾ ചൊന്നെങ്കിൽ ഊഡ്രെ ഒരു 1000 വർഷമായിട്ടിക്കറ്. ഊഡ്രെ 1000 വർഷം, ഞങ്ങൾ 1000 വർഷത്തെ ടൈം കൊണ്ട് കണക്കാക്കുന്നത് ആഖിറത്തെ ഒരു നാളാണ്. അപ്പൊ ടോട്ടൽ 7000 വർഷം ആവും. അങ്ങനെ പിന്നെ ഒരു ഹദീസിൽ വ്യക്തമായിട്ട് അങ്ങനെ 7000 വർഷം ഉണ്ട്. അപ്പൊ ടോട്ടൽ 7000 വർഷമായിട്ടിക്കറ്. ആ 7000 വർഷത്തില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ 6000മത്തെ വർഷത്തെ ലാസ്റ്റ് ഭാഗത്തിലാണ് ബന്ധിരേണ്ടാണ് പിന്നെ മഹാമാർ ഞങ്ങൾ പഠിപ്പാട്ട്. ഏതായാലും അപ്പൊ ഞാനിപ്പോ അത് ചൊല്ലുകില്ല. കാരണം എന്തുണ്ടെങ്കിൽ സമയത്തെ ഒരു വ്യത്യാസ സമയം. അപ്പൊ ഊഡ്ര ഒരു ഇപ്പൊ ഊഡ്ര ഈ സിസ്റ്റം പ്രകാരം ഞങ്ങൾ അനുഭവിക്കണങ്ങനത്തെ ഒരു സമയമല്ല ആഖിറത്തെ ഒരു ഞങ്ങൾ അനുഭവിക്കണങ്ങനത്തെ ടൈമും. ഇതെല്ലാം വ്യത്യാസമുണ്ട്. അതെല്ലാം അള്ളാഹുടെ ഒരു പിന്നെ ആ സൃഷ്ടിയുടെ അള്ളാഹു താലയുടെ ഒരു വൈഭവമായിട്ട് അള്ളാഹുടെ ഒരു അത്ഭുതമാണ്. അപ്പൊ എന്നതുപോലെ ഈ അസ്ഹാബുൽ കഹ്ഫ് ചിലപ്പോ അങ്ങനെ അനുഭവത്തിൽ ചിലപ്പോ ഒരു 300 വർഷം ചിലപ്പോ ആയിട്ടിക്കാല്. ജസ്റ്റ് ഒരു ഒരു 3 ഗಂಟೆ ഉറക്ക അങ്ങനെ അങ്ങനെ അനുഭവത്തിൽ അത് ആയിട്ടിക്കുമ്മേ. അത് പറത്ത് കാണണ്ടെങ്കിൽ പറത്ത് ഊട്ടർ ഭൂമി ലോകത്തെ ടൈം തട്ടിച്ചു നോക്കുമ്പോ അത് 300 വർഷം ഇടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇസ്രാ മിഅ്റാജ് യാത്രയും അങ്ങനല്ലേ. നബിത്തങ്ങ എത്രമാ വർഷത്തെ അനുഭവം കിട്ടിയിട്ടാണ് ആകാശ ലോകത്ത് കല പോയിട്ട് വന്നേ. അത് ഊട്ട ടൈമുക്ക് നോക്കുമ്പോ ചെറിയ ഒരു ജാവുടെ ചെറിയ നേരാണ്. അപ്പൊ ഓരോ ലോക വ്യത്യാസമാവുമ്പോ അള്ളാഹു താലയുടെ ഓരോ ലോകങ്ങൾ, അത് ഈ ഞങ്ങൾ ജീവിക്കിടങ്ങനത്തെ ഭൂമി ലോക, അതുപോലെ ആലമുല്ല അറുവാഹും അപ്പുറത്തുള്ള വലിയ വലിയ ലോകങ്ങളിലെ വ്യത്യാസമാവുമ്പോ സമയത്തെ ഒരു കണക്കും വ്യത്യാസമാവും ഞങ്ങൾ മനസ്സിലാവും. അപ്പോ ഈ മഹാന്മാർ കഹ്ഫുടെ അസ്ഹാബുൽ കഹ്ഫുടങ്ങ അങ്ങ് അവസാനമായിട്ട് ചൊന്ന തീരുമാനത് വലിയ ഒരു സംഗതി ഇട്ടിക്കറ. അങ്ങ് ടൈമിയുടെ ಬಗ್ಗೆ ചർച്ച വന്നപ്പോ അങ്ങ് ചൊന്നെ ഖാലു റബ്ബുക്കും അഅലമു ബിമാ ലബിസ്തും. നിങ്ങളെ റബ്ബുക്ക് അത് വ്യക്തമായിട്ട് കൊന്തിക്കൂ. വെറുതെ നിങ്ങൾ ചർച്ച ആക്കിയിട്ട് കാര്യമില്ല. എത്ര നിങ്ങൾ പറഞ്ഞിട്ടല്ല, നിങ്ങളെ റബ്ബു കാണുന്നില്ല, അവനാണ് കൃത്യമായിട്ടെല്ലാം കണക്കൂട്ടിക്കൊണ്ടുള്ളവನು. എന്നിട്ട് അങ്ങ് ചൊന്നാറ് ഫബഅസു അഹദക്കും ബിവരിഖികും ഹാദിഹി ഇലൽ മദീന. അങ്ങനെ കയ്യില് വെള്ളിയുടെ നാണ്യം കഴിഞ്ഞിട്ട്, വെള്ളി അണ്ടത്തെ കറൻസി ആയിട്ടുള്ള അങ്ങനത്തെ വെള്ളിയുടെ നാണ്യം, ആ നാണ്യത്തെ പിന്നെ കൊടുത്തിട്ടു ഒരാളുടെ അങ്ങ് എന്താക്കിയാർ കടത്തിയാർ. ഒരാളുടെ അടുത്ത് ചെന്നാറ് നിങ്ങൾ പോയിട്ട് പിന്നെ മദീനത്തേക്ക് പോറും, സിറ്റിക്ക് പോറും, പാൻറ്റേക്ക് പോറും നിങ്ങൾ. എന്നിട്ട് ഫല്യൻദുർ അയ്യുഹാ അസ്കാ ത്വആമ, നല്ല ശുദ്ധമായ ഭക്ഷണം ഏതിട്ട് അവിടെ ഒന്ന് നോക്കറു. നല്ല പ്യുവർ ആയിട്ടുള്ള ഭക്ഷണം ഏത് നിലക്ക് പ്യുവർ ആയിട്ടില്ലേ? ഭൗതികമായിട്ട് ശുദ്ധമായിട്ടുള്ള ഭക്ഷണം എന്ന നിലക്കല്ല. കാരണം അങ്ങനെ റായ അങ്ങ് വിട്ടുവന്ന റായ കാഫിരിങ്ങവും വിഗ്രഹാര മൂർത്തി പൂജനങ്ങവും അക്ര ലാലിമീങ് എന്ന് പറഞ്ഞ അങ്ങനത്തെ റായറ്റിന്തല്ല. അപ്പൊ ആ റായത്തില് ആരെ കയ്യിലാണ് നല്ല ശുദ്ധമായിട്ടുള്ള പിന്നെ ആത്മീയപരമായിട്ട് ശുദ്ധമായിട്ടുള്ള ഭക്ഷണം ആരെ കയ്യിലാണുള്ളത് അത് നോക്കിയിട്ട് എടുത്ത ബറു അങ്ങക്ക് പൈച്ച കാരണം കൊണ്ടിട്ടു അങ്ങനെ ഒരാളെ കടത്തിയാറിട്ടാണ്. എന്നിട്ട് ഫല്യത്തിക്കും ബിരിസ്ഖി മിൻഹു, ആ ശുദ്ധമായ ഭക്ഷണത്തിൽ നിന്ന് ഒരു ആഹാര അവണ് അയാൾ കൊണ്ടുവരട്ട്. വല്യതലത്വഫ്, ആ പോണ്ടാല് നല്ല ജാഗ്രത പാലിക്കട്ട്, നല്ലോണം ജാഗ്രത പാലിക്കട്ട്. കാരണം വലാ യുശ്ഇറന്ന ബിക്കും അഹദ, ജാഗ്രത പാലിച്ചില്ലെങ്കിൽ നിങ്ങളെ ആരെങ്കിലും ഗുന്തായി പോകും, നിങ്ങളെ വിഷയെല്ലാം കിട്ടിപ്പോവും. കാരണം അങ്ങ പിന്നെ ഒരു രാജാവിടെ അക്രമത്തിൽ നിന്ന് ഓടി വന്ന ആൾമാരാണ്. അപ്പൊ ആ രാജകു ഇങ്ങനെ വിഷയം കിട്ടിയിട്ടുണ്ടെങ്കിൽ പാടെ ഇങ്ങനെ മുതുപിടിക്കൂ ചാൻസ് ഉണ്ടല്ലോ. അപ്പൊ വലാ യുശ്ഇറന്ന ബിക്കും അഹദ, നിങ്ങളെ ആറും അറിയാൻ ടിക്കറ്റ് ആ രൂപത്തിൽ ആവട്ടെ ഈ പോണ്ടാല് പോണ്ടത് ഇട്ടല്ല അങ്ങനെ ഒരു തീരുമാനമല്ല ചൊന്നാറ്. കൂടെ ഒരു പിന്നെ ഒരു രണ്ട് പ്രധാനപ്പെട്ട ഒരു വിഷയ ഈ ആയത്തുങ്ങളെല്ലാം നമുക്ക് മനസ്സിലാക്കാം. ഒന്ന്,
അള്ളാഹു താല ഫബഅസു അഹദക്കും ബിവരിഖിക്കും ഹാദിഹി, നിങ്ങളെ ഈ ഒരു വെള്ളിയുടെ നാണ്യത്തെ നിങ്ങ കടത്തോറു, വെള്ളിയുടെ നാണ്യം കൊണ്ടിട്ട് നിങ്ങ ഒരാളുടെ നിങ്ങ പാൻറ്റേക്ക് കടത്തോറുണ്ടാണ് ചൊന്നെ. അപ്പൊ വെള്ളി ബംഗാറ് യഥാർത്ഥത്തില് പണ്ടിൽ പിന്നമേ കറൻസി ആയിട്ട് നാണ്യമായിട്ട് ആൾമാരുടെ ട്രാൻസാക്ഷൻ അങ്ങനത്തെ ഒരു മാധ്യമമായിട്ട് അള്ളാഹു താല വെച്ചിട്ട് വെള്ളിയും ബംഗാറായിട്ടിക്കറ്. വെള്ളി ബംഗാരെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ലോകത്തിൽ ഇതുവരെ എല്ലാ കാലത്തിലും ഈ കറൻസി ചൊല്ലത് സിസ്റ്റം, കറൻസി സിസ്റ്റം ചൊല്ലത് ഉണ്ടായിട്ട്. ഇന്ത്യ ഇപ്പോഴാണ് വെള്ളി നാണ്യല വിട്ടിട്ടു പിന്നെ ഓരോ രാഷ്ട്രത്തിക്ക് അതരതായ രൂപത്തിലുള്ള അങ്ങനത്തെ കറൻസിങ്ങ, പുതിയതായ കറൻസിങ്ങ ഉണ്ടായിട്ട്. യഥാർത്ഥത്തിൽ ഈ വെള്ളി ബംഗാർ ചൊല്ലത് അത് നാണ്യട്ടിക്കുമ്പോ മനുഷ്യന്മാർക്ക് വലിയൊരു ആതങ്കയില്ല. കാരണം എന്താ പറഞ്ഞെങ്കിൽ ഈ നാണ്യത്തെ ബല ഒരു രാജ അതിന്റെ ബല ഇല്ലാണ്ടാക്കിയെങ്കിൽ ഒരു അധികാരി ആ നാണ്യത്തെ കറൻസിയുടെ വാല്യൂ ഇല്ല അതിനെ ഞാനതിരെ പിന്നെ ഡിസ്ക്വാലിഫിക്കേഷൻ ആക്കിയ എന്ന് പ്രഖ്യാപിച്ചിട്ടെങ്കിലും ಅದಕ್ಕೆ സ്വന്തമായിട്ടൊരു വാല്യൂ ഉണ്ട്, സ്വന്തമായിട്ടൊരു ബല ഉണ്ട്. വെള്ളി നാണ്യം വെള്ളിയും ബംഗാർക്ക് സ്വന്തമായിട്ടൊരു ബല ഉള്ള സംഗതിയല്ലേ. അപ്പൊ അത് ഒരാൾ ആ കറൻസിയുടെ പിന്നെ മൗല്യ ക്യാൻസൽ ആക്കിയത് കൊണ്ടിട്ടു നഷ്ടം ഉണ്ടാവില്ലേ. അതേ ടൈമിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഞങ്ങളുടെ നോട്ടു ഞങ്ങൾ ഇപ്പൊ യൂസ് ആക്കണം അങ്ങനത്തെ കറൻസി നോട്ടു എന്ത് വിലയാണുള്ളേ അത് ആ ഞങ്ങളെ അധികാരിമാര് അങ്ങ് ಅದಕ್ಕೆ ഇപ്പൊ തന്ന ഒരു വില ഉണ്ടുണ്ടല്ലാണ്ട് അങ്ങ് ഒരു നാളിപ്പ ഇരിയേക്കും വിലയില്ല ചൊന്നെങ്കിൽ പിന്നെ ആ നോട്ടു നായിക പോലും വേണ്ടാത്ത സംഗതികളാണ്. ಅದಕ್ಕೆ സ്വന്തമായിട്ടൊരു വിലയില്ല. അപ്പൊ ഇത് അള്ളാഹു താലയുടെ എടുത്തു ചൊല്ലകൂ, വെള്ളി നാണ്യ എന്ന് എടുത്തു ചൊല്ലകൂ. അത് കേവലം അള്ളാഹു താല വെറുതെ ചൊന്നരല്ല, അത് അവസാന കാലഘട്ടത്തെ സിറ്റുവേഷനിക്ക് സൂചിപ്പിച്ചിട്ടാണ് ചൊന്നത്. അവസാന കാലഘട്ടത്തിൽ ഈ വെള്ളി ബംഗാരുടെ മൗല്യ ചൊന്നെങ്കിൽ ಅದಕ್ಕೆ കറൻസി വാല്യൂ, കറൻസി ആയിട്ട് അതിനെ ഉപയോഗിക്കണങ്ങനത്തെ ആ ഒരു സിറ്റുവേഷൻ പോണ്ടത് കൊണ്ടിട്ടാണ് അള്ളാഹു താല എടുത്തു ചൊന്നത് അല്ലെ. ഈ അടുത്ത കാലഘട്ടത്താണ് അല്ലെങ്കിൽ 100-200 വർഷത്തെ ഇപ്പുറത്തേക്കാണ് ഈ രൂപത്തിൽ കറൻസിയുടെ ഒരു സിസ്റ്റം ചേഞ്ച് ആയിട്ട്. അതിലെല്ലാം ആ ചേഞ്ച് ആയതിലെല്ലാം ഖിയാമത്ത് നാളുടെ അടയാളങ്ങൾ കൊണ്ടിട്ടാണ് ഞങ്ങൾക്ക് വേറെ പല വിശദീകരണങ്ങളെ കൊണ്ടിട്ട് മനസ്സിലാവുന്നത്. പിന്നെ ഒരു പ്രധാനപ്പെട്ട വിഷയം ഈ ആൽമാർ ആൽമാർ ചൊന്നെ പല്യന്തുറു അയ്യുഹാസ്ക ത്വആമൻ, നല്ല ശുദ്ധമായ ഭക്ഷണം നോക്കട്ടുണ്ടാണ് അല്ലെ. അപ്പൊ ഖിയാമത്ത് നാളിന്റെ പിന്നെ കാലത്തെ നടക്കണങ്ങനത്തെ കാര്യത്തിൽ ഈ കഹ്ഫുടെ സൂറത്തിൽ സൂചന ഉണ്ടെന്ന് തുടക്കത്തിൽ പിന്നെ ചൊന്നിട്ടില്ല. ആ നിലക്ക് നോക്കുമ്പോൾ ഇണ്ടത്തെ നാല് ഞങ്ങൾ നോക്കുമ്പോൾ ശുദ്ധമായ ഭക്ഷണ, അതായത് ആത്മീയമായിട്ട് ദീനീയായിട്ടുള്ള ഒരു ശുദ്ധമായ ഭക്ഷണം, ഹലാല് മാത്രമായിട്ടുള്ള ഫുഡ് ചൊല്ലത് വളരെ അപൂർവമായിട്ടുള്ള സംഗതിയായി പോയ അങ്ങനത്തെ കാലമാണ്. ഏതെങ്കിലും ഒരു നിലക്ക് ഹറാമ് ഒരു മിക്സി ഇല്ലാണ്ട്, ഹറാമുടെ ഒരു മിശ്രണം ഇല്ലാണ്ട് ഒരു ഫുഡ് കിട്ടിയ ഒരു സമ്പത്ത് കിട്ടിയ ചൊല്ലത് ഭാരി ഒരു അപൂർവമായിട്ടുള്ള സംഗതിയായിട്ടിക്കര്. ആ നിലക്ക് ಅದಕ್ಕೆ വേണ്ടിയിട്ട് വലിയ ജാഗ്രത വഹിച്ചനായ ഒരു കാലമാണ്. പല നമത്തിലുള്ളങ്ങനത്തെ വ്യാപാരങ്ങളും പല നമത്തിലുള്ളങ്ങനത്തെ ബിസിനസ്സും പല നമത്തിലുള്ളങ്ങനത്തെ പുതിയ പുതിയ നിലക്കുള്ള പിന്നെ ബിസിനസ് ടൈപ്പ് പറയുമ്പോൾ അതിലുള്ള ബഡ്ഡിയുടെ ഏതെങ്കിലും രൂപത്തിലുള്ള അങ്ങനത്തെ അംശങ്ങ ഇല്ലാണ്ട് ഇണ്ട് വന്നോണ്ടില്ല. ചിലതെല്ലാം ഞങ്ങ അത്യാവശ്യം നിലക്ക് ഞങ്ങൾക്ക് അത് ഞങ്ങ ആ ഒരു ബിസിനസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഞങ്ങ ആക്കണായിട്ടേ പണ്ട്. പക്ഷെ എന്നാലും ആയത്തര ഞങ്ങ ജാഗ്രത ആക്കുക ഞങ്ങ പ്രയത്നാക്കണം. വ്യവഹാരങ്ങൾ ഞങ്ങളുടെ വ്യവഹാരങ്ങളിൽ ഹറാമായിട്ടുള്ള അങ്ങനത്തെ വ്യവഹാരങ്ങൾ വരാത്ത രൂപത്തിൽ അതിരെ ഒരു വ്യവഹാരം ഞങ്ങൾ മുന്നിൽ വന്നിട്ടെങ്കിൽ, ഒരു ബിസിനസ് ഞങ്ങൾ മുന്നിൽ വന്നിട്ടെങ്കിൽ പല നമൂത്തിലുള്ള ഉണ്ട്. ഇതെല്ലാം രൂപത്തിൽ ഓൺലൈനിലും ഓഫ്ലൈനായിട്ടും പല രൂപത്തിലുള്ള ബിസിനസ് ടൈപ്പുമാണ് വന്നിട്ടില്ലേ. അത് പറയുമ്പോൾ അതിന്റെ ಬಗ್ಗೆ കൃത്യമായിട്ട് ഞങ്ങളെ ഉലമാക്കൽ അതിരെ വീക്ഷണ അതിന്റെ ಬಗ್ಗೆ ഉള്ള അങ്ങനത്തെ ഇസ്ലാമികമായിട്ടുള്ള അങ്ങനത്തെ ഒരു പിന്നെ തീരുമാനം എന്തിനായിട്ട് കേൾക്കുകില്ലേ ഒരു മനസ്സ് ഞങ്ങൾ എല്ലാവരും കാട്ടണം. എന്റെ മനസ്സ് പോലും ഇല്ലാത്തൊരു കാലമാണ്. അതെല്ലാം എന്തെങ്കിലും ഒരു അഭിപ്രായക്കിട് അതെല്ലാം വിഷയമൊന്നല്ല, മനുഷ്യക്ക് ജീവിക്കണ്ടേ എന്നുള്ള രൂപത്തിലുള്ള ന്യായീകരണങ്ങളാണ് ജസ്റ്റിഫിക്കേഷൻ ആയിട്ട് ഞങ്ങൾക്ക് ഇക്കടെ. ആ രൂപത്തിൽ ജസ്റ്റിഫിക്കേഷൻ ആക്കാണ്ട് ഞങ്ങളെ ഭക്ഷണത്തെ ഈമാൻ സംരക്ഷണ ആക്കണോണ്ടായി നോക്കുന്ന അസ്ഹാബുൽ കഹ്ഫ് ഈമാൻ അങ്ങനെ ദീന സംരക്ഷണ ആക്കുവാനായിട്ട് പോയാൽ മാറണം. അപ്പൊ അങ്ങനെ ദീന്റെ ഭാഗമായിട്ടാണ് അത് ആ പലക്ക ചൊന്നര് പോയിട്ട് പാൻറ്റേക്ക് പോയിട്ട് ശുദ്ധമായ ഭക്ഷണം എടുത്ത് പറൂ. ലാട്ട്പോട്ട് ഭക്ഷണം അങ്ങ് വേണ്ട. ലാട്ട്പോട്ട് ഭക്ഷണം പിന്നെ മാത്രമുള്ള ടൈം മരിച്ചെങ്കിൽ വിഷയമല്ല, ജീവിക്കുന്ന ടൈം
ശുദ്ധമായ ഭക്ഷണം എന്നിട്ട് മാത്രം ജീവിച്ച മെയ്യാവൂ എന്ന തീരുമാനമാണ് അങ്ങനത്തെ ആ ഒരു തീരുമാനം ഞങ്ങൾ വേണം. ഞങ്ങളെ ഈമാനും ദീനും ഞങ്ങൾ സംരക്ഷിക്കുമ്പോൾ ഞങ്ങൾ മനസ്സിനെട്ടെങ്കിൽ ശുദ്ധമായ ഭക്ഷണം എത്ര അത് മാത്രം തിന്നുക എന്ന നിലക്കുള്ള തീരുമാനം വേണം. അപ്പൊ ഔത്തുള്ള പെണ്ണിങ്ങല്ല അങ്ങനെ മാപ്പിളമാരട്ട ആ ರೂಪത്തിലെ അങ്ങ് ವ್ಯವಹಾರവും അതുപോലെ നെയ്പ്പല്ല ആ ರೂಪത്തിലാക്കൂ പ്രോത്സാഹ ಹಾಕೊಂಡು ഞങ്ങളെ സുഖത്തുക്ക് വേനായിട്ട് എന്തെങ്കിലും കിട്ടിയെങ്കിൽ ആവട്ട് ചെന്നിട്ടു എവിടെയെങ്കിലും പോയിട്ട് ഒന്ന് നയിച്ചു പോറും എവിടെയെങ്കിലും ഒന്ന് ആക്കി പോറും ചെന്നിട്ട് ഞങ്ങളെ സുഖത്തുക്കും ഞങ്ങളെ പിന്നെ ഒരു എൻജോയ്മെന്റിക്ക് വേനായിട്ട് ഏതെങ്കിലും ರೂಪത്തിൽ സമ്പത്ത് ಸಂಪಾದನೆ ಹಾಕಡ ಬದಲಿಗೆ ಅದಕ್ಕೆ ಪ್ರೋತ್ಸಾಹ ಹಾಕಡ ಬದಲಿಗೆ ശുദ്ധമായ സമ്പാദന മാത്രമേയാവൂ അതിലൊരു സിമ്പിൾ ആയിട്ട് ജീവിച്ചെങ്കും വിഷയമല്ല എന്ന ഒരു ഗട്ടി തീരുമാനം ഞങ്ങൾക്ക് വേണു എന്നൊരു മെസ്സേജ് കൂടി ഇട്ടിക്കറ് ഈ ഒരു ആയത്തിലൂടെ ഞങ്ങൾക്ക് കിട്ടേ. അള്ളാഹു താല ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. സല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദ് വ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.